സുഹൃത്തുക്കളെ, ഏറുവാടിയിൽ നടക്കുന്ന ഒരു ആത്മീയ തട്ടിപ്പ് ശ്രദ്ധയെ കൊണ്ടുവരാനാണ്. നമ്മളെ കൊണ്ട് കുപ്പിയിൽ വെള്ളം വാങ്ങിപ്പിക്കും. എന്നിട്ട് അത് ഒരു പ്രത്യേകതരം ജാറിലേക്ക് ഒഴിക്കും. എന്നിട്ട് അത് മുകളിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ അവിടെ ഒരു ചങ്ങല തൂങ്ങിക്കിടപ്പുണ്ട്. ആ ചങ്ങലയിൽ ഈ വെള്ളം കൊണ്ട് 2 മുക്കും. ഇരുമ്പിൻ്റെ ചങ്ങല. അതിനുശേഷം തിരിച്ച് ആ കുപ്പിയിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കും. അതിന് എന്തോ പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇതൊന്നും അല്ല ഇസ്ലാം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒരു തരം തട്ടിപ്പുകളാണ്, ജീവിക്കാനുള്ള തട്ടിപ്പാണ്. എല്ലാവരും കരുതിയിരിക്കുക, ഇത്തരം തട്ടിപ്പുകളൊന്നും പോയി പറ്റില്ല. ഇതൊന്നും അല്ല ഇസ്ലാം. അസ്സലാമലൈക്കും. പ്രിയമുള്ളവരെ, ഇത് ജീവിക്കാനുള്ള തട്ടിപ്പല്ല, സമ്പാദിക്കാനുള്ള പറ്റിക്കൽസ് ആണിത്. പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തുന്ന ആളുകൾ. അവിടെ എത്തുന്നത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, ബുദ്ധിയും ബോധമില്ലാത്ത കുറെ ആളുകൾ അവിടെ വരും. അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് നേർച്ചയാക്കിക്കൊണ്ട് അവിടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരും. ആ ആളുകളെ പറ്റിക്കാനുള്ള ഓരോ തന്ത്രങ്ങള്. ഇത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. ഏർവാടിയിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കിളിക്കണ പരിപാടി ഇതിനു മുമ്പേ കണ്ടിട്ടില്ല. ഞാൻ പലതവണ പോയിട്ടുള്ളതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് പോയിട്ട് കാണണം. പക്ഷെ ഇവരടുത്ത് അന്വേഷിക്കാൻ പറ്റൂല. അന്വേഷിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ മനുഷ്യരൂപമുള്ള ആളുകളൊക്കെ മൃഗങ്ങളായി മാറുന്ന ഒരവസ്ഥയാണ് വരിക. കാര്യം പറഞ്ഞു തരൂല. ഇതെന്താണ്, ഇതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാല് അതിന്റെ അടിസ്ഥാനം പോലെ ആ ഒരു വിശ്വാസം എന്നുള്ളതാണ്. എന്ത് വിശ്വാസം? ഇങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? വെള്ളം ഒരു കൊളത്തിയിട്ട ചങ്ങലം അങ്ങനെ കുത്തിക്കഴിഞ്ഞാല് ആ വെള്ളത്തിന് ഭയങ്കര ഫലസിദ്ധിയുണ്ട്, ബർക്കത്തുണ്ട്, തബറുക്കാണ് എന്നുള്ളത് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇവര് അങ്ങോട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ആളുകള് പുറത്തു നിന്ന് ഒരു മിനറൽ വാട്ടർ കുപ്പി കൊണ്ടുവരും. എന്നിട്ട് അത് ഇവരുടെ ഒരു പ്രത്യേകം ഒരു കോലുമ കുത്തി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ കിളിക്കാൻ കൊടുക്കും. അതിനുശേഷം ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇവര് ദക്ഷിണയും കൊടുക്കണം. അതിന് ഫീസ് ഉണ്ട്. ആ ഫീസിന് വേണ്ടിയിട്ടാണല്ലോ ഈ തൊപ്പിയും വെച്ചിട്ടുള്ള ആളുകള് ഈ രൂപത്തിൽ മനുഷ്യരെ പറ്റിക്കരിക്കണത്. എന്റെ പൊന്നാര ജനങ്ങളെ, ഏർവാടി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒരു അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ അയാള് സൃഷ്ടിച്ചെടുത്ത ഒരു സംവിധാനമാണ്. ഇബ്രാഹിം ബാദുഷാ എന്ന് പറയുന്ന ഒരാള് ജനിച്ചിട്ടുമില്ല, ജീവിച്ചിട്ടുമില്ല. ഇനി ഏതെങ്കിലും ഇബ്രാഹിം ബാദുഷാ എവിടെയെങ്കിലും ജനിച്ച് ജീവിച്ചോ പോട്ടെ, ഇവിടെ ഈ 6666 ഏക്കർ സ്ഥലം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ഇബ്രാഹിം ബാദുഷാ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇബ്രാഹിം ബാദുഷാ ഉണ്ട് എന്നുള്ളത് നല്ല ബാദുഷാ എന്ന പേരിൽ അറിയപ്പെടുന്ന അബു താഹിർ എന്ന് പറയുന്ന ആള് എന്റെ വല്യപ്പാന്റെ വല്യപ്പ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്താണ് ഈ വല്യപ്പാന്റെ പെണ്ണുങ്ങൾ കിടക്കുന്നത്. പിന്നെ കുറെ അപ്പുറത്ത് ഈ വല്യപ്പാന്റെ മന്ത്രി അബ്ബാസ് മന്ത്രി ഉണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് ഈ വല്യപ്പാന്റെ ഡോക്ടർ ഹക്കീം ഡോക്ടർ ഉണ്ട്. അതുപോലെ അർക്കസുമ്മ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ 6666 ഏക്കറ സ്ഥലം വളച്ചു പിടിച്ചിട്ട് അവിടെ കേസ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് കുറെ മാനസിക വിഭ്രാന്തിയുള്ള ആളുകളെയൊക്കെ കൊടുന്നിട്ട് അവിടെ ഇങ്ങനെ കുത്തിമറിയുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചിട്ട് അവിടേക്ക് എങ്ങനെയൊക്കെ പണം വസൂലാക്കാൻ പറ്റുമോ ആ തരികിടെ എല്ലാം അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇതൊന്നും അല്ല ഇസ്ലാം. ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. സത്യമാണത്. ഇതൊന്നും അല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കോപ്രായങ്ങളൊന്നും ഇസ്ലാമിലില്ല. അള്ളഹാനോട് ചോദിക്കാനും ഒന്നിന്റെ ആവശ്യമില്ല. അള്ള പറഞ്ഞത് കേട്ടിട്ട് അള്ള പറഞ്ഞ ആ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവനിൽ മാത്രം മരമർപ്പിച്ചുകൊണ്ട് അവനെ വിശ്വസിച്ചുകൊണ്ട് അവൻ ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അവനോട് ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചോളി, കിട്ടുന്നേ. നിങ്ങള് അള്ള പറഞ്ഞത് കേട്ടിട്ട് ജീവിച്ചിട്ട് ചോദിച്ചിട്ട് കിട്ടിയില്ലേ പറയും. ഇനി അള്ളാഹുവോട് ചോദിച്ചിട്ട് കിട്ടൂല എന്നുള്ളത് ആ ഒരു അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവരുടെ അടുത്തൊക്കെ പോണെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമുമായിട്ടൊരു ബന്ധമല്ല, അള്ളാഹുവിൽ വിശ്വാസമല്ല. അതുകൊണ്ട് നിങ്ങൾ പോണ പാട്ടിന് പോകുകയും അത്രേ പറയാനുള്ളത്. മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിലുള്ള വിശ്വാസം അത് നമുക്ക് അടിയുറച്ചതാവേണ്ടതുണ്ട്. അത് സംബന്ധിച്ചൊരു തൗഹീദി പ്രഭാഷണം ഇവിടെ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അത്ഭുതകരമായ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സമുദായം. നല്ലൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക.
ഒരു പക്ഷേ ആ മേഖല നിങ്ങൾ അത്ര ചിന്തിച്ച് കാണില്ല, പക്ഷെ ചിന്തിക്കണം. ഖുർആനിലെ 49-ാം അധ്യായം ഭയങ്കരമായിട്ട് അതിൽ കിട്ടിയൊരു ആശയം പറയുന്നത്. 49-ാം അധ്യായം 14. വിശ്വാസികളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആളെന്ന് മനസ്സിലാക്കി. കാലത്തിൽ അറാബു ആമന്ന കുല്ലം തുഅ്മിനൂ വലകിൻ ഖുലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. എന്താ അർത്ഥം അറിയോ? അറാബികളായ കാട്ടറബികളായ ആളുകൾ വന്നിട്ട് തിരുദൂതരോട് പറയാണ്, ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട്, ഞങ്ങള് മുഅ്മിനുകളായിട്ടുണ്ട്, വിശ്വാസികളായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിക്കുകയാണ്. നല്ലോണം ശ്രദ്ധിക്കണേ. അറാബികൾ വന്ന് പറഞ്ഞ ഞങ്ങൾ മുഅ്മിനായി. ഓല ഹൃദയ റസൂലിനറിയോ? ഇല്ല. ഓല മനസ്സ് റസൂലിനറിയോ? ഇല്ല. അതുകൊണ്ട് റസൂലുള്ള വിശ്വസിച്ചു. പക്ഷെ അവർ മുനാഫിക്കുകളായിരുന്നു. അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നബിക്ക് അറിയില്ല. നബിയുടെ മുമ്പിൽ വന്ന അറാബികളുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ ഹൃദയം അല്ലേ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങയുടെ കൽബകമെന്നോവർ. അപ്പൊ റസൂലിന്റെ മേലെ മൊയ്തീൻ ശൈഖ് റസൂലിന്റെ അടുത്ത് വന്നു. അറാബികൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ വിശ്വാസിയായി. ഒരു കള്ളം പറഞ്ഞതാ. അപ്പൊ അല്ലാഹ് ജിബ്രീലിനെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്? കാലത്തിൽ അറാബു ആമന്നാ കുല്ലം തുഅ്മിനൂ വലാകിൻ ഖൂലു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. നബിയെ, ഓല് വിശ്വാസികളായിട്ടില്ല, ഒരു കളവ് പറയാ, മുസ്ലിമായി എന്ന് വേണേ പറഞ്ഞോട്ടെ. അപ്പോലെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ ദൂതൻ എന്താ പറയണ്ടേ? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ അറാബി നിന്റെ ഹൃദയം ഞാൻ കാണുമേ. എന്താ കാരണം? നബി മുവഹിദായിരുന്നു, ഈമാനുള്ള ആളായിരുന്നു, സ്വർഗം പ്രതീക്ഷിച്ച ആളായിരുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം വിചാരിച്ച ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിന്റെ ഹൃദയം അറിഞ്ഞില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഒരു സഹാബിയെയും ഒരു ജൂത പെണ്ണ് ക്ഷണിച്ചു കൊണ്ടുപോയി. ആടിന്റെ പുറകിൽ വിഷം ചേർത്തു, സഹാബിക്ക് കൊടുത്തു, നബിക്കും കൊടുത്തു. രണ്ടുപേരും കഴിച്ചു. നബിയുടെ സഹാബി മരിച്ചു വീണു. ചിന്തിക്കണം കേട്ടോ എല്ലാരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി മരിച്ചു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പിടിച്ചു വെച്ചു. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച റസൂൽ പറയുന്നത്, ആയിഷ, ആ ജൂത വനിത തന്ന വിഷത്തിന്റെ അംശം ഇപ്പന്റെ വയറ്റിൽ കിടന്ന് തിളയ്ക്കുന്നു ആയിഷ. അവിടെ ഞാൻ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമസ്തക്കാരനാണോ വഹാബിയാണോ? നബി എന്താ പറയുന്നത്? ജൂത പെണ്ണെ, എന്റെ ഒക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ട്, ഞാന് മരിച്ചിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിക്കാൻ പോകുന്ന മൊയ്തീൻ ശൈഖിന്റെ അവസ്ഥ തന്നെ ലോകത്തെല്ലാ മനുഷ്യരെയും ഹൃദയത്തിലുള്ളത് അറിയും. ആലോചിച്ച് നോക്കണേ നിങ്ങൾ. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ എന്ന് അല്ലാഹ് പറയാം 35-ാം അധ്യായം 28. എന്നിട്ട് പറയുന്നത് എന്താണ്? പറയുന്നത് മൊയ്തീൻ ശൈഖിന് ഹൃദയത്തിലുള്ള റസൂലോ? റസൂൽ അറിഞ്ഞില്ല. വിഷം കൊടുത്ത പെണ്ണിനോട് അറിഞ്ഞോ? എന്റെ ഹൃദയത്തിൽ അറിയും, നീ വിഷം തരാൻ പോവല്ലേ? എല്ലാ സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാൻ കഴിയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചിലതൊക്കെ അറിഞ്ഞല്ലോ. റസൂലുകൾക്ക് അല്ലാഹ് അറിയിച്ചു കൊടുത്തത് എന്നതാണ് എന്ന് റസൂൽ വഹി അനുസരിച്ച് പറഞ്ഞു കൊടുത്തു. അതാർക്കും പറയാൻ പറ്റാത്തത്. ഇനി ഉഹുദ് യുദ്ധം നടക്കുകയാണ്. ഉഹുദ് യുദ്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടക്കിണറിലേക്ക് വീണുപോയി, പല്ല് പോയി പല അപകടങ്ങളുണ്ടായി. സഹാബത്ത് ഛിന്ന ഭിന്നമായോടി. അപ്പൊ റസൂൽ അവരെ ഉറക്കെ വിളിച്ചു, ഏയ്, ഞാൻ കൊല്ലപ്പെട്ടിട്ടില്ല, വരൂ. ആ നബിയുടെ വിളി പോലും ജീവിച്ചിരിക്കുന്ന സഹാബത്തിന് ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ കേൾക്കാൻ പറ്റിയില്ല. ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ കേൾക്കാൻ പറ്റിയില്ല. നബിയുടെ വിളി സഹാബത്തിന് ജീവിച്ച് അരയി സഹാബി അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, ഓലൊക്കെ തന്നെ മഹാന്മാരായ ഔലിയാക്കള്, ഓൽക്ക് നബിയുടെ വിളി കേൾക്കാൻ പറ്റിയില്ല. ആലോചിച്ച് നോക്കി നിങ്ങള്. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് മലക്കുകൾ വേഷം മാറി വന്നു. വേഗം പോയിട്ട് കാളക്കുട്ടിയെ പൊരിച്ച് കൊണ്ടയച്ചു. അവര് തിന്നാതായപ്പോ ഇബ്രാഹിം നബിക്ക് ഭയം തോന്നി. ഇതാരാണ്? അക്രമികളാണോ, ശത്രുക്കളാണോ, വേറെന്തെങ്കിലും ഉദ്ദേശമാണോ എന്നൊക്കെ ഇബ്രാഹിം നബി ഖുർആനാ പറയണേ. അപ്പൊ ഇബ്രാഹിം നബി അവര് വെക്കാതെ ചോദിച്ചു, എന്താ തിന്നാത്തത്? അവർ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച ആളല്ല ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ്, മലക്കുകളാണ്. ഞങ്ങൾ ഇന്ന കാര്യത്തിന് വന്നാണ്, താങ്കൾക്ക് കുട്ടി ഉണ്ടാവണം എന്നുള്ള സന്തോഷ വാർത്തയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാനാണ് വേണ്ടത്. കണ്ടോ, ഖലീലുള്ളാഹ്, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി ഇബ്രാഹിം നബിക്ക് അത് കഴിയുന്നില്ല.
ഇനി ലൂത്ത് നബിയുടെ അടുത്ത് നല്ല സുന്ദരന്മാരായി സ്വർഗ്ഗരതിയിൽ ഏർപ്പെടുന്നവർക്ക് കണ്ടാ പൂതി തോന്നുന്ന വിധത്തിൽ മലക്കുകൾ അവിടെ എത്തും. അള്ളാഹ് പറയാം, ഏറ്റവും സുന്ദരന്മാരായി സ്വർഗ്ഗരതിയിൽ ഏർപ്പെടുന്നവർ ഓടിപ്പോയി പിടിക്കുമാറ് മലക്കുകൾ സുന്ദരന്മാരായി അള്ളാഹു. ലൂത്ത് നബിക്ക് മനസ്സിലായില്ല, അവർ വന്ന് അവരെ ആക്രമിക്കാന്ന്. ലൂത്ത് നബിന്റെ മക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചു തരാം, ഇവരുടെ അതിഥികളാ, തോന്നിയാസം കാണിക്കില്ലേ. ആ ഭൂമിനെ ഇങ്ങനെ കീമേൽ ചെറുകൊണ്ട് മറയ്ക്കാമെന്ന മലക്കുകളാന്ന് ലൂത്ത് നബിക്ക് അറിയോ. നബി ഇറാ ഗുഹ എന്ന് വന്നത് ഇവിടെ റായി പറയണ്ടേ. ജമ്മിലുനിയ ഖദീജ, ഞാൻ അവിടെ ഓർത്തൊരു പോയിന്റ് എന്താ അറിയുന്നത്, ഈ പുതപ്പിട്ട് മൂടി കിടത്തിയ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിട്ട് ഒരു കറുത്ത പുതപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും പറയേണ്ടത് എന്താണ്, നബിയെ യാ അയ്യുൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. നബിയെ, പുതപ്പിട്ട് മൂടി കിടക്കുന്നവനെ ആലസ്യത്തിന്റെ മൂടുപടങ്ങളിൽ എഴുന്നേൽക്ക്. ശരിക്കും നബിയോട് എന്താ പറയേണ്ടത്? അതെ, ഇസ്ലാമിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ കറുത്ത പുറപ്പല്ല, ഒരു പച്ചപ്പുറപ്പ്. അന്തിമ ദൂതനാണ്. ആ പച്ചപ്പുറപ്പൊക്കെ പുറച്ചിട്ട് ഒരു പർണശാല ഉണ്ടാക്കിയിട്ട് മാല അയൽപ്പക്കത്ത് ഇന്നടത്ത് നാളെ ആ സാധുവിനെ തെറ്റിക്കുക. നോക്ക്, നബിയോട് അല്ലെന്താ പറഞ്ഞേ? പുതപ്പിട്ട് മൂടി കിടക്കാനല്ല, പച്ചപ്പുറപ്പും വെച്ച് നടക്കാനല്ല, ജനങ്ങളിലേക്ക് ചെല്ലും. അവിടെ എനിക്ക് തോന്നിയ അത്ഭുതം എന്താ അറിയോ, തങ്ങന്മാരൊക്കെ തേടി നമ്മൾ അങ്ങോട്ട് പോലല്ലേ, അല്ലേ അല്ലേ? മുഹമ്മദ് നബിയോട് അല്ലാഹ് പറയണം, ജനങ്ങളെ തേടി അങ്ങോട്ട് ചെല്ലുക. ഇരുന്നൊരു നബിയാണ്, അങ്ങാടിയിലൂടെ നടക്കുന്ന നബി. ഞങ്ങളൊക്കെ മീൻ വാങ്ങാൻ പോലെ, ഞങ്ങളുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ മുതൽ അങ്ങാടി പോയി മീൻ വാങ്ങും, പച്ചക്കറി വാങ്ങും. ഞങ്ങൾ അങ്ങാടി കൂടെ നടക്കും. അമ്പിയാക്കൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര തങ്ങന്മാർ നടക്കും? നിങ്ങളെ വലിയ ഉസ്താദ് അങ്ങാടി കൂടെ നടക്കും. ഇന്ന് ലോകത്ത് കിട്ടാൻ ഏറ്റവും മുന്തിയ കാറിലല്ലാതെ മൂപ്പരെ ചന്തി ഉന്നോ? ചിന്തിക്കുക, നല്ലോണം ആലോചിക്കുക, നല്ലോണം ചിന്തിക്കുക. ഇസ്ലാം എന്താണ്? ഇസ്ലാം എന്താണ്?